താബികൾക്കും മദ്ഹബിന്റെ ഇമാമികൾക്കും ഒന്നും പരിചയമില്ലെന്ന് ഉറപ്പായി. ഇനി ഏതായിരുന്നാലും വല്ലാതെ നിങ്ങളെ ഇടങ്ങാറാക്കണില്ല, കാരണം ശവത്ത് കുത്താൻ പാടില്ലല്ലോ. ഏതായിരുന്നാലും ചോദിക്കട്ടെ, നിങ്ങൾ സുഹൃത്ത് യൂനിസ് 58 വേണമെന്നില്ല. വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരായത്ത് നബിദിനം ആഘോഷിക്കാൻ തെളിവായി ഏതെങ്കിലും ഒരു മുഫസ്സിർ തന്റെ തഫ്സീർ രേഖപ്പെടുത്തി കാണിക്കാമോ? ഏതായത്തായാലും മതി. 114 സൂറത്തിലെ 6 ചില്ലാനം ആയത്തുകളിലെ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാകുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതിനും വായിക്കും അൽ മുർഷിദ്, അതിനും വായിക്കും ഇബ്നു തൈമിയ്യ. ഓലെ മഹത്വം പറയാൻ വേണ്ടി വന്നതാണെങ്കിൽ അങ്ങനെ വല്ല നേർച്ചയുണ്ടെങ്കിൽ അത് ഇവിടെ വീണ്ടില്ലായിരുന്നു, ആ നേർച്ച വേറെ വീട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ ഏറ്റവും ചുരുങ്ങിയ ചോദ്യത്തിന് എന്തെങ്കിലും മറുപടി കൂടെയുള്ള മനുഷ്യന്മാരിപ്പോ പത്രം വായിക്കുക, കാരണം ഓയ്ക്ക് മനസ്സിലായി കാര്യമില്ല എന്നുള്ളത്. ഖുർആനിലുണ്ടോ, ഹദീസിലുണ്ടോ, സലഫ് സ്വാലിഹുകൾ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ മറ്റു മഹാന്മാരായ മുൻഗാമികൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദ്യത്തെയാണ് തുടക്കത്തെ തന്നെ ഇബ്നു തൈമിയ്യയുടെ വാക്കിലൂടെ നിഷ്പ്രഭാക്കിയത്. വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുന്നത് ഫൈസൽ മൗലവി. എന്തിനാ മൗലവി അതിന്റെ ആവശ്യം? ഇവിടെ നിങ്ങളുടെ ഇബ്നു തൈമിയ്യ പറയുന്നത് എന്താ? സലഫു സ്വാലിഹുകൾ ആരും ചെയ്തിട്ടില്ലെങ്കിലും പ്രതിഫലം കിട്ടും. ഞങ്ങൾ എന്താ വാദത്തിൽ എഴുതിയത്? പ്രതിഫലാർഹമായ കാര്യം. പിന്നെ എന്തിനാ ഞങ്ങൾ അതിന്റെ ബാക്കിൽ പോണ്ട കാര്യം? നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ നേതാവ് തന്നെ മതി. എങ്ങനെ? നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങളുടെ നേതാക്കന്മാർ തന്നെ ഞങ്ങൾക്ക് ധാരാളം. പിന്നെ ലൈലത്തുൽ ഖദ്റിന്റെ കാര്യ ചോദിച്ചത്. നിങ്ങൾ ഈ നബിദിനാഘോഷത്തെ കുറിച്ച് നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ എഴുതിയത് ഏറ്റവും മഹത്തായ ഈ ദിവസം. എങ്ങനെ? ഏറ്റവും മഹത്തായ ഈ ദിവസം. ഇതിനേക്കാൾ മഹത്തായ വേറെ ദിവസം ഉണ്ടോ? ഉണ്ടെങ്കിലാ പിന്നെ ഏറ്റവും മഹത്തായ ദിവസം എന്ന് പറയല്. നബിദിനത്തിനെ കുറിച്ച് നിങ്ങൾ എഴുതിയതാ. നബിദിനത്തെ കുറിച്ച് നിങ്ങൾ എഴുതിയത് എന്താ എഴുതിയത്? കെ കുഞ്ഞുകുട്ടി മൗലവി എന്ന ആൾ എഴുതി. എന്താ എഴുതിയത്? ഏറ്റവും മഹത്തായ ഈ ദിവസത്തിൽ ലൈലത്തുൽ ഖദ്റിനേക്കാളും മഹത്തുണ്ട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അത് നിങ്ങൾക്ക് തിരിഞ്ഞില്ലേ? ഏറ്റവും മഹത്വം എന്ന് പറഞ്ഞാല്, കാരണം ഏറ്റവും മഹത്തായ ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ലൈലത്തുൽ ഖദ്റിനെ ഒഴിവാക്കിയിട്ടില്ല. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ദിവസത്തെ നിങ്ങളുടെ നേതാവ് ഒഴിവാക്കിയിട്ടില്ല. ഈ കാര്യമാണ് ഞങ്ങളെ പുസ്തകത്തിൽ എഴുതിയാൽ അങ്ങക്ക് തെറ്റ്, നിങ്ങൾ എഴുതിയാൽ അങ്ങക്ക് പ്രശ്നമില്ലല്ലേ? ഞങ്ങളുടെ പുസ്തകത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങൾ എഴുതിയാൽ അത് നിങ്ങൾക്ക് പ്രശ്നം. നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞാൽ കൊപ്പര, നിങ്ങൾ പറഞ്ഞാൽ ചക്കര. ഇതാ നിങ്ങളെ സിദ്ധാന്തം, ഇതാണ് നിങ്ങളെ തിയറി. നിങ്ങളുടെ നേതാക്കന്മാർ ഒരു കാലത്ത് നബിദിനത്തെ ആഘോഷിച്ചിരുന്ന, നബിദിനം ആഘോഷിക്കണമെന്നെഴുതിയ, നബിദിനത്തിന് മഹത്തായ പ്രതിഫലമുണ്ട്, വലിയ ഫലമുണ്ടെന്നെഴുതിയ നിങ്ങളുടെ നേതാക്കന്മാർ, ആ നേതാക്കന്മാരാണ് നബിദിനത്തെ അനുകൂലിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായി അറബി മലയാളത്തിൽ അൽ മുർഷിദ്, അൽ ഇർഷാദി എന്നൊക്കെ പേരിൽ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിയത്. ആര്? നിങ്ങളുടെ നേതാക്കന്മാർ. നിങ്ങളുടെ സ്ഥാപക കാലത്ത് നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ, നിങ്ങളിപ്പോ ഒരു നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് ആഘോഷിച്ചല്ലോ, ആ ഒരു നൂറ്റാണ്ടിന് തുടക്കം കുറിച്ചവർ, ആ തുടക്കം കുറിച്ച നിങ്ങളുടെ നേതാക്കന്മാർ മൗലിദ് കഴിച്ചവരായിരുന്നു, മൗലിദ് കഴിക്കണമെന്ന് പറഞ്ഞവരായിരുന്നു, അതിന് ഫലമുണ്ടെന്ന് പറഞ്ഞവരായിരുന്നു. ആ ഫലമുണ്ടെന്നേ ഞങ്ങൾ ഇവിടെ വ്യവസ്ഥയിൽ എഴുതിയത്. പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഞങ്ങൾ വ്യവസ്ഥയിൽ എഴുതിയത്. അത് തെളിയിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അത് ഒന്നാമതായി നിങ്ങൾ തന്നെ അംഗീകരിക്കുന്ന നിങ്ങളുടെ തന്നെ വലിയ നേതാവ് 30ാമത്തെ വയസ്സിൽ മുജ്തഹിദ്, അവസാനത്തെ മുജ്തഹിദ് എന്ന പദവിക്ക് യോഗ്യനായ ഇബ്നു തൈമിയ്യ പറയുന്നത് ഫലഹു അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലമുണ്ട്. മുഖാമുഖത്തിലൊക്കെ പോകുമ്പോ ഫൈസൽ മൗലവിയോട് ഇത് ചോദിക്കുമ്പോ ഫൈസൽ മൗലവി കോട്ടിമാട്ടി പറയാറുണ്ടല്ലോ, ഇവിടെ എന്താ മുണ്ടാത്തത്? അറിയാ കൊങ്ങക്ക് പിടിക്കുന്നുള്ളത് ഫൈസൽ മൗലവിക്ക്. ഇവിടെ ഇപ്പൊ ബാക്കി കുറെ പറഞ്ഞു പോകും. നിങ്ങൾ ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ, നിങ്ങൾ ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇബ്നു തൈമിയ്യ ഈ നബിദിനാഘോഷത്തിന് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞത്? സലഫുകൾ ആരും ചെയ്തിട്ടില്ല, ചെയ്തിട്ടില്ലെങ്കിൽ തന്നെയും പ്രതിഫലം കിട്ടും.
ഏതായാലും ഇബ്നു തൈമിയ കുറച്ച് മഹത്വം പോലെ ഇങ്ങനെ ചാൻസ് ഇട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടും. അത് ഇത് പഠിച്ചോന്റെ ഒരു സുന്നത്താ, നടപടിക്രമ. ഇത് ഇബ്നു തൈമിയയുടെ കറാമത്താ സംശയം. കാരണം മൂപ്പരെ മഹത്വങ്ങളെ കൊണ്ട് പറയിപ്പിക്കാന്നുള്ളത്. നിങ്ങൾ മൂപ്പരെ പേര് പൊള്ളറി ഒഴിവാക്കി അത്ര ആവശ്യമുള്ളൂ. മൂപ്പരെ കിതാബെന്ന് നിങ്ങൾ തെറ്റായി ഉദ്ധരിക്കുന്നത് അത് നിർത്തിയാൽ മതി. കാരണം എന്താ, അള്ളാഹുവിന്റെ റസൂലൊക്കെ പേര് കള പറഞ്ഞ നിങ്ങൾ ഇബ്നു തൈമിയയുടെ പേരും കള പറഞ്ഞു, അത്രേ ഉള്ളൂ. അതാ ഞാൻ നിങ്ങൾ ചോദിക്കണ സമയത്ത് ബാക്കി ശരിക്കാണ്ട് പഠിപ്പിക്കുക. അപ്പൊ കാണാൻ നിഷ്പ്രഭൊക്കെ ഇപ്പൊ ഇവിടുന്ന് നിഷ്പ്രഭം പഠിച്ചിങ്ങനെ വന്നേക്കുക, ആവശ്യമുണ്ട് അവിടെ വെച്ചോളി നമുക്ക്. അപ്പൊ ഏതായിരുന്നാലും ഇവിടെ ചോദ്യം മുമ്പ് കേൾക്കണേല്ല. വൈദ്യുതി പോകുമ്പോ ഈ കേൾവി കുറവുകൾ തൈലൂടെ കൊടുത്താണ്ടി മുമ്പ് കേൾക്കണേല്ല ചോദ്യം. അങ്ങനെ പരിപാടിയേ ഇല്ല. മറ്റേ പലയിടത്ത് കഞ്ഞൊന്നും ഉണ്ടണ്ട, ഇതങ്ങനെ പറഞ്ഞാൽ മതി. അതങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ശുക്കൂറെ വല്ലൊക്കെ പഠിച്ചു വരണ്ടേ, അല്ലെങ്കിൽ ഈ പണിക്ക് ആദ്യം വരരുത്. അപ്പൊ ഏതായിരുന്നാലും ഞങ്ങളെ 12ാമത്തെ ചോദ്യം, അതോ 13ഓ എത്ര ആയിക്കോട്ടെ, 13ാമത്തെ ചോദ്യം. ഞങ്ങൾ ഇതുവരെ പറഞ്ഞത് സ്ഥിരപ്പെട്ടു, മുൻഗാമികൾക്കാർക്കും പരിചയമില്ല. ഞങ്ങൾ പറയുന്നു ഇത് ഷിയാക്കളാണ് തുടങ്ങിയത്, ഉബൈദിയാക്കളാണ് തുടങ്ങിയത്. ഏറ്റവും വലിയ ഉഗ്രവാദികളായ അഹ്ലുസുന്നയെ കൊന്നൊടുക്കാൻ ശ്രമിച്ച ഉബൈദിയ എന്ന ഉഗ്രവാദികളായ ഷിയാക്കൾ തുടങ്ങിയതാണ് നബിദിനാഘോഷം. അതിൽ നിന്ന് മുല്ല ഉമറ ഏറ്റെടുത്തത്, ശേഷമാണ് മുളഫർ രാജാവ് തുടങ്ങിയത്. ഇതല്ല നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇത് ആരാ പിന്നെ തുടങ്ങിയത്? ഏതായാലും സ്വഹാബികൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. താബിയക്കും പരിചയമില്ല, താബിയക്കും അറിയില്ല, മദ്ഹബിലെ ഇമാമിങ്ങൾക്കും അറിയില്ല, ഇബ്നു തൈമിയ അടക്കം പറഞ്ഞ സലഫുകൾ ചെയ്തിട്ടില്ല. പിന്നെ ആരാണ് തുടങ്ങിയത്? ഓലെ നമുക്ക് ഒന്നിച്ചു പിടിക്കണല്ലോ. അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത തുടങ്ങി എന്താ പോലെ പരിപാടി? അള്ളാഹുവിന്റെ ദീനിൽ പരസ്യം പഠിപ്പിക്കാത്തത്, റസൂല് പഠിപ്പിക്കാത്തത്, മുൻഗാമികൾ പഠിപ്പിക്കാൻ തുടങ്ങി വെച്ചാൽ ആ ഷിയാക്കളെ പിന്നേക്ക് പോകല്ല ഞങ്ങൾ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഞങ്ങൾ പറയുന്നു ഷിയാക്കൾ തുടങ്ങിയതാണ്, ഉബൈദിയാക്കൾ തുടങ്ങിയതാണ്, ശേഷം മുല്ല ഉമർ ഏറ്റെടുത്തതാണ്, ശേഷം മുളഫർ രാജാവ് കൊണ്ടുവന്നതാണ്, പിന്നെ നിങ്ങൾ ഏറ്റെടുത്തതാണ്. അതല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ ഇവരല്ലെങ്കിൽ പിന്നെ ആരാണ് തുടക്കം കുറിച്ചത്? സ്വഹാബി ഏതായാലും അല്ല, താബിഈ ഏതായാലും അല്ല, ഷാഫി ഇമാമുമല്ല, പിന്നെ ആരാ? ഫൈസൽ മൗലവി പിന്നെ എന്നോട് ജോലിയുമായി ബന്ധപ്പെട്ട് കുറെ കളിയാക്കിയിരിക്കല്ലോ. അതിന്റെ ഒരു മൈസത്തിന്റെ പ്രശ്നമാണല്ലോ. നമ്മൾ ഈ തൈലം വെക്കണ്, ആയുർവേദം ചെയ്യണം, എന്താ അപ്പൊ അതൊരു വിഷയമല്ല. കാരണം വ്യക്തിപരമായി നമ്മളൊന്നും ഇതുവരെ ഞാൻ കാര്യം പറയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞ എന്തിനാ, ഇതൊരു സംവാദ ചർച്ചയ്ക്ക് വന്നതാ. ഞാൻ ഇവിടെ വന്നാണ്, ഞാൻ തൈലം വെക്കാൻ പോണ ആളാണ്, മറ്റേ പണി, അതൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ജോലി അതാണ്. പിന്നെ മൂപ്പർ ആദ്യം തന്നെ തുടക്കത്തിൽ ഇതിന് വൈദ്യർ വന്നിട്ട് കാര്യമില്ല, മറ്റോലും കിതാബും മറച്ച് പറയുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ആകെ ഒരു കിതാബേ ഞങ്ങൾ മറച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതിനെ സംബന്ധിച്ച് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ഈ ഷിയാക്കൾ തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞ ആ മൗലിദിനെ കുറിച്ച് ഇബ്നു തൈമിയ എന്ത് പറഞ്ഞു? ഫലഹു അജ്റുൻ അലീം, അതിന് മഹത്തായ കൂലിയുണ്ട്. അല്ല, ഇത് ഇബ്നു തൈമിയ തുടങ്ങിയതല്ലല്ലോ. പിന്നെ എങ്ങനെ കൂട്ടർ അവിടെ ബാത്തിലായില്ലേ? നിങ്ങൾ ചോദിച്ച മുഴുവൻ ചോദ്യവും ഇബ്നു തൈമിയ ഫതഅലീമുൽ മൗലിദി ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റൂല. നബിദിനത്തെ ആദരിക്കൽ, വത്തിഖാദുഹു മൗസിമൻ, അതിനെ ഒരു ആഘോഷമായി കൊണ്ടാടൽ, അത് യഫ്അലുഹു ബഅദുന്നാസി, ചില ആളുകൾ അത് ചെയ്തു വരുന്നുണ്ട്. ഫലഹു അജ്റുൻ അലീം, അവന് മഹത്തായ പ്രതിഫലമുണ്ട്. ഇതൊരു എത്ര വട്ടം വായിച്ച് നമ്മുടെ ഒന്ന് വായിച്ചത് കാണാതെ പഠിച്ചിപ്പോ, ഒരു 5-8 വട്ടം വായിച്ചപ്പോ ഇത്ര വായിച്ചിട്ട് അതിന് മറുപടി വരാൻ കഴിഞ്ഞില്ലല്ലോ. പിന്നെ പറഞ്ഞു ഞങ്ങൾ ആ മലയ്ക്ക് വരിക അവിടെ നിന്ന്. ഞങ്ങൾ പറഞ്ഞത് എന്താ കൂട്ടരെ, ഞങ്ങളെ വ്യവസ്ഥയിൽ ഇത് പ്രതിഫലാർഹമാണ് എന്ന് തെളിയിക്കാനാണ് ഞങ്ങൾ വന്നത്. നേരെ മറിച്ച് നിങ്ങൾ ആ വ്യവസ്ഥ എഴുതുമ്പോ ഇത് സ്വലപ്പ് ചെയ്തണോ ഇല്ലേ എന്നൊരു ചർച്ചയാണെങ്കിൽ നമുക്ക് അയ്യായിരുന്നു. അതല്ല ഖുർആനിലുണ്ടോ? അതൊന്നും അല്ലല്ലോ നമ്മളെ വ്യവസ്ഥയെ പറഞ്ഞത്. ഇത് പ്രതിഫലാർഹമാണോ അല്ലേ, പ്രതിഫലാർഹമാണോ അല്ലേ എന്നുള്ള വിഷയം നമ്മൾ പറഞ്ഞപ്പോൾ ഇത് ഖുർആൻ പഠിച്ച ഇബ്നു തൈമിയ എന്ത് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞ മുജ്തഹിദായ ഇബ്നു തൈമിയ ഫലഹു അജ്റുൻ അലീം എന്ന് പറഞ്ഞു. ഈ ഇബ്നു തൈമിയക്ക് അറിയാം സഹാബത്ത് എഴുതണോ ഇല്ല എന്നുള്ളത്. മൂപ്പര് അജ്റുൻ അലീം എന്ന് പറഞ്ഞു. പിന്നെ വ്യക്തിപരമായി എന്തെങ്കിലും ആക്ഷേപിച്ചിട്ട് ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞത് എന്താ, മുഖാമുഖത്തിൽ കോട്ടി മാറ്റുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് നിങ്ങളെ പിന്നെ ചോദിക്കേണ്ടിന്ന്. എത്ര അവസരങ്ങൾ കഴിഞ്ഞ് മൂപ്പർക്ക് പറയാൻ ഇതിന് വല്ലതുമുണ്ടെങ്കിൽ ഇനി ചോദിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്കിത് ചോദിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എത്രയോ അവസരം കഴിഞ്ഞുപോയി, പക്ഷേ ഇതുവരെ മുണ്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത് ഫലഹു അജ്റുൻ അലീം, മഹത്തായ പ്രതിഫലമുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഫൈസൽ മൗലവി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒരു കാര്യം എന്താ മനസ്സിലാക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല, പിന്നെ എങ്ങനെ നിങ്ങൾ ചോദ്യം കേൾക്കുക? എന്താ ജിന്നിനെ പറ്റി പറഞ്ഞത്? എന്താ നമ്മളെ വാദം? റക്കീബത്തിനെ പറ്റി പറഞ്ഞത് പ്രാർത്ഥിച്ചാൽ കേൾക്കൂല, പിന്നെ എങ്ങനെ കേൾക്കാ? റക്കീബത്തിയത് വിളിച്ചാൽ കേൾക്കും, പ്രാർത്ഥിച്ചാൽ കേൾക്കൂല. ഇപ്പുറത്തുള്ള റക്കീബത്തിനെ പറ്റി പറഞ്ഞതാ. പിന്നെ എങ്ങനെ ഞങ്ങൾ ഈ കിതാബ് വായിച്ചാൽ ഞങ്ങൾ കേൾക്കുവോ? ഖിയാമത്ത് നാൾ വരെ ഞങ്ങൾ കേൾക്കൂല.
നിങ്ങൾക്ക് ഇതിന് മറുപടി പറയാൻ മലയ്ക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് വഹാബി മക്കളെ കിട്ടുള്ളൂ. അവിടെ പോയി പറ്റിച്ചാന് ജനങ്ങളെ മുമ്പിൽ ഇത് മറുപടി പറയേ. ആയിരക്കണക്കിന് ആളുകൾ ഇത് കേട്ട് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മുഴുവൻ ചോദ്യവും ഇത് ഇവിടെ ബാത്തിലായി കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു അടിസ്ഥാന നിയമം മുഴുവൻ കർമ്മവും സാഹബത്ത് ചെയ്യണം എന്നുള്ള വാദം മുസ്ലിമീങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ അത് പറയൂ. നൂറുകണക്കിന് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നു, സാഹബത്ത് ചെയ്യാത്തത്. അവിടെ നബിദിനം പ്രശ്നമല്ല, റബീഉൽ അവ്വൽ വരുമ്പോൾ സാഹബത്ത് ചെയ്യാത്തതാണ്, അതുകൊണ്ട് പറ്റില്ല എന്നുള്ള വാദം ഇത് മുസ്ലിമീങ്ങളുടെ വാദമല്ല, ഇരട്ടത്താപ്പ് വാദം. ഇതിനാ നിങ്ങൾ മറുപടി പറയേണ്ടത്. ഈ വാദക്കൊരു മുഖാമുഖത്തിൽ അങ്ങോട്ട് കിട്ടിയാൽ ഒരൊറ്റ ചോദ്യം മതി, അപ്പം മലക്കൊന്നും പോണ്ട, മറുപടി ഇവിടെ തന്നെ കിട്ടും മുഖാമുഖത്തില്. എന്നിട്ട് എന്താ മൂപ്പര് അത് അവിടെ ഇതില്ലേ ഇവിടെ ഇല്ലേ ഒന്നുമില്ല, പ്രത്യേക ഒരു പാരഗ്രാഫ് തുടങ്ങിയ പിന്നെ എന്നിട്ട് പറഞ്ഞു മൗലിദിനെ ആദരിക്കൽ അതിനൊരു ആഘോഷമായി കൊണ്ടാടൽ ഫലവും അജ്റുൻ അദീം മഹത്തായ പ്രതിഫലമുണ്ട്. ഏതായാലും മുഖാമുഖം കുടുക്കി കൊള്ളുണ്ട് മനസ്സിലായി. അതിങ്ങനെ തേട്ടി വരാ ഇടയ്ക്ക് ഇങ്ങനെ. അത് നല്ലതാ, അതോട് മെച്ചം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പഠിത്തം സ്വീകരിക്കട്ടതൊക്കെ. അപ്പൊ ഏതായാലും ഇബ്നു തൈമിയ്യയുടെ മദ്ഹബിക്ക് പോന്നാളി 30-ാമത്തെ വയസ്സിൽ മുജ്തഹിദായ ആളല്ലേ. ആ ഇബ്നു തൈമിയ്യയുടെ മദ്ഹബിക്കാണ് പോന്ന പ്രശ്നം തീർന്നു, അത്രേ ആവശ്യമുള്ളൂ. ഏതായാലും ഖുർആനില്ല, സുന്നത്തില്ല, ഇജ്മാഇല്ല, ഖിയാസില്ല, അത് ഉറപ്പായി. ഷിയാക്കൾ തുടങ്ങിയതാ, അത് ഉറപ്പായി. നമ്മൾ ചോദിച്ചല്ലോ, അല്ലെങ്കിൽ പിന്നെ ആരാ തുടങ്ങിയത്? ഞങ്ങൾ പറഞ്ഞു ഷിയാക്കൾ തുടങ്ങിയതാണ്, അല്ലെങ്കിൽ പിന്നെ ആരാ തുടങ്ങിയത്? ആളെ പറയാൻ പറ്റുന്നില്ലല്ലോ. പറഞ്ഞാളുള്ളത് ഏതാ? ഷിയാക്കളെ പറയാനുള്ളത്. അപ്പൊ ആ ഷിയാക്കളെ ബാക്കി അതിപ്പോ ക്ലിയറായല്ലോ. ഇനി റഖീബത്തിൽ പ്രാർത്ഥന കേൾക്കൂല, ഒരാളും കേൾക്കൂല, നബിയും കേൾക്കൂല, ഔലിയാക്കളും കേൾക്കൂല, അമ്പിയാക്കളും കേൾക്കൂല, പടച്ചോ മാത്രമേ കേൾക്കുള്ളൂ. അത് അല്ലാഹ് പഠിപ്പിച്ചതാ. അത് വേണമെങ്കിൽ അവിടെ ചോദിച്ചോളി, അപ്പൊ പഠിപ്പിച്ചേരാ. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ ആദ്യകാലത്ത് നമ്മൾക്ക് ആർക്കും പരിചയമില്ലാത്ത പുത്തനാചാരം, ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരം, അതുമായിട്ടാണോ നിങ്ങൾ മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ നടക്കുന്നത്? ഏതായിരുന്നാലും ഇനി എന്റെ 14-ാമത്തെ ചോദ്യമാണ്, ശരിക്ക് കേട്ടോ. നിങ്ങളെ വാദമായി എഴുതി വെച്ചത് നബിദിനാഘോഷം സുന്നത്താണ്, ബിദ്അത്തല്ല. നബിദിനാഘോഷം സുന്നത്താണ്, ബിദ്അത്തല്ല. ഇങ്ങനെ ലോകത്ത് രേഖപ്പെടുത്തി വെച്ചൊരു ഇമാമുണ്ടോന്ന? സുന്നത്താണ്, ബിദ്അത്തല്ല. നല്ല ബിദ്അത്ത് പറഞ്ഞ കുറെ മനുഷ്യന്മാരുണ്ട്, അത് നിങ്ങൾ വായിക്കണ്ട, നിങ്ങൾ കുടുങ്ങിയുള്ളൂ. നേരെ മറിച്ച് സുന്നത്താണ്, ബിദ്അത്തല്ല എന്ന് രേഖപ്പെടുത്തിയ ഒരാളെ മുസ്ലിം ലോകത്ത് അംഗീകൃതമായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതരെങ്കിലും ഇത് ബിദ്അത്തല്ലെന്നും ഇത് സുന്നത്താണെന്നും പഠിപ്പിച്ചുവോ? അതെങ്കിലും വേണ്ടേ? ഖുർആൻ ഏതായാലും ഇല്ല, സുന്നത്തുമില്ല, ഇജ്മാഉമില്ല, ഖിയാസുമില്ല, സഹാബത്തുമില്ല, മദ്ഹബിന്റെ ഇമാമികളുമില്ല, ഇബ്നു തൈമിയ്യ ഏതായിരുന്നാലും ഇല്ല. നിങ്ങളെ കാന്തപുരം മുസ്ലിം നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. ഷിയാക്കൾ തുടങ്ങിയതാണ്. പിന്നെയും സുന്നത്താകണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഇമാമിങ്ങളിൽ ഏതെങ്കിലും ഒരു ഇമാമ് ഇത് സുന്നത്താണ്, ബിദ്അത്തല്ല എന്ന് രേഖപ്പെടുത്തി വെച്ച ഒരു ഇമാമിന്റെ കിതാബ് കാണിക്കാമോ? ഇബ്നു തൈമിയ്യ ഷിയാക്കൾ തുടങ്ങി വെച്ച കാര്യത്തിന് കൂലി കിട്ടുന്ന പറഞ്ഞേ. അല്ല, ഫൈസൽ മൗലവി ഇപ്പൊ പറഞ്ഞത് എന്താ? ഇത് ഷിയാക്കൾ തുടങ്ങിയതാണ്, ഫാത്തിമിയാക്കൾ തുടങ്ങിയതാണ്, അബീദിയാക്കൾ തുടങ്ങിയതാണ്, സബീദിയാക്കൾ തുടങ്ങിയതാണെന്നൊക്കെ. ഈ തുടങ്ങിയ കാര്യത്തിനാണ് മൗലവി ഈ ഇബ്നു തൈമിയ്യ കൂലി കിട്ടും എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ആ ചോദ്യം ഞങ്ങളോട് ചോദിച്ചിട്ട് എന്താ കാര്യം? പിന്നെ വ്യവസ്ഥയിൽ എഴുതിയതാ പറഞ്ഞത്. എന്താ വ്യവസ്ഥയിൽ എഴുതിയത്? ഫൈസൽ മൗലവി നല്ലവണ്ണം വായിക്കണം. എന്താ ഞങ്ങൾ എഴുതിയത്? നബിദിനം സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. ബ്രാക്കറ്റ് ഇട്ട് എഴുതിയത് വായിക്കണം. ഫൈസൽ മൗലവി ബ്രാക്കറ്റ് ഇട്ട് എഴുതിയത് വായിക്കണം. സുന്നത്താണ്, പ്രതിഫലാർഹമാണ്. പിന്നെ എഴുതിയതോ ബിദ്അത്തല്ല, അനാചാരമല്ല എന്ന് അവിടെയും ബ്രാക്കറ്റിൽ എഴുതിയാണ്. ഞങ്ങൾ സംവാദത്തിന് വന്നത് വ്യവസ്ഥ എഴുതിയിട്ട് തന്നെയാണ്. ആ എഴുതിയ വ്യവസ്ഥ അനുസരിച്ച് തന്നെയാണ് ഞങ്ങളുടെ വിഷയം സമർത്ഥിക്കുന്നത്. ഞങ്ങൾ എഴുതിയത് എന്താ? പ്രതിഫലാർഹമായ കാര്യം. പ്രതിഫലാർഹമായ കാര്യം. പ്രതിഫലാർഹം എന്ന് പറഞ്ഞതാരാ? ഇബ്നു തൈമിയ്യ. വെറുതെ പ്രതിഫലം പറഞ്ഞതല്ല. ആ ഖുർആനിലില്ലാത്തത് എന്നാ പറയുന്നത്. എന്താ ഖുർആനിലില്ലാത്തത് പറയാൻ വന്നതാണോ ഇബ്നു തൈമിയ്യ? ഹദീസിനെതിരെ പറയാൻ വന്ന ആളാണോ ഇബ്നു തൈമിയ്യ? സലഫ് സ്വാലിഹുകൾ എതിർത്തതിന്റെ അല്ലെങ്കിൽ സലഫ് സ്വാലിഹുകൾ ചെയ്യാത്തതിന്റെ പേരിൽ ഈ നബിദിനാഘോഷത്തെ എതിർക്കാൻ വേണ്ടി വന്ന ആളാണോ ഇബ്നു തൈമിയ്യ? ആലോചിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ചോദിക്കുന്ന മുഴുവൻ ചോദ്യവും ഇതാ ഈ ഇബ്നു തൈമിയ്യ എന്ന വൻമതിലിൽ തട്ടി തകരുകയാണ്.
ഇബ്നു തീമിയ എന്ന വൻമതിലിൽ തട്ടി നിങ്ങളുടെ ചോദ്യങ്ങൾ തകരുന്നു. എന്താ നിങ്ങൾ ഖുർആൻ ഞങ്ങളോട് ചോദിക്കുമ്പോ ആ ഖുർആൻ ഇബ്നു തീമിയക്ക് ബാധകമല്ലേ? ഇബ്നു തീമിയക്ക് ഖുർആൻ വേണ്ടേ? അവസാനത്തെ മുജ്തഹിദാവാൻ ഖുർആനിനെതിര് പറയുക എന്നതാണോ നിങ്ങളുടെ യോഗ്യത? നിങ്ങളുടെ വാദമനുസരിച്ച് അങ്ങനെയാണല്ലോ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. സലഫു സ്വാലിഹുകൾ ചെയ്യാതിരുന്നാലും എങ്ങനെ? ഇവരുടെ ചോദ്യങ്ങൾ മുഴുവൻ ആ സലഫു സ്വാലിഹുകളെ കേന്ദ്രീകരിച്ചായിരുന്നു. ആ സലഫു സ്വാലിഹുകൾ ചെയ്യാതിരുന്നാൽ പോലും കൂലി കിട്ടും എന്നെഴുതി വെച്ചത് ഇബ്നു തീമിയ. അതേക്കുറിച്ചൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ വായിക്കാത്തത്. ഇബ്നു തീമിയ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് വിശദീകരിക്കാത്തത്. എന്താ ഇബ്നു തീമിയ എഴുതിയത്? ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമ. ഫതഅലീമുൽ മൗലിദി, മൗലിദിനെ ആദരിക്കൽ, നിങ്ങളുടെ ഭാഷയിൽ ഹറാമായ കാര്യത്തെ ആദരിക്കൽ, നരകത്തിൽ ചാടിക്കുന്ന പ്രവർത്തനത്തെ ആദരിക്കൽ. വത്തിഖാദുഹു മൗസിമ, ഈ നബിദിനത്തെ ആഘോഷമായി നടത്തൽ. നിങ്ങളുടെ ഭാഷയിൽ ബിദ്അത്ത്, അനാചാരം, നരകത്തിൽ ചാടിക്കുന്ന പ്രവർത്തനം, ഹറാമ്, നിഷിദ്ധം. എന്തേ ആ ഒരു വിഷയം ഇബ്നു തീമിയക്ക് തോന്നിയില്ലേ? ഇബ്നു തീമിയത് കേവലം അനുവദനീയം എന്നല്ല പറഞ്ഞു നിർത്തിയത്. അല്ലെങ്കിൽ ഇബ്നു തീമിയ പറയുന്നത് എന്താ? തുടർന്ന് പറയുന്നത് വയകൂനു ലഹു ഫീഹി അജ്റുൻ അളീം, മഹത്തായ പ്രതിഫലമുണ്ട്. നബിദിനം കഴിക്കുന്ന ഞങ്ങൾക്ക് മഹത്തായ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞത് ഇബ്നു തീമിയ. ഞങ്ങൾ ഞങ്ങളുടെ വ്യവസ്ഥയിൽ എഴുതിയത് പ്രതിഫലാർഹം. ഇനി എന്തിനാ തെളിയിക്കാൻ വേറെ കാര്യങ്ങളുടെ ആവശ്യം? നിങ്ങൾക്ക് നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് തന്നെ ധാരാളം. പിന്നെ കൂട്ടത്തിൽ ആരാ ഇതിന് ഫലം കിട്ടുമെന്ന് പറഞ്ഞത്? ഇ കെ മൗലവി അൽ മുർഷിദിൽ നേരത്തെ ഞാൻ ഇവിടെ വായിച്ചു, വലിയ ഫലം കിട്ടും. അപ്പൊ അൽഹംദുലില്ലാഹ് അഹ്ലുസുന്ന രണ്ട് ഇമാമിയങ്ങൾ, ഒന്ന് ഇബ്നു തൈമിയ്യ, ഒന്ന് ഇ കെ മൗലവി. ഒന്ന് വൻ മതിലാണ്, മറ്റേ ചെറിയ മതി. അൽഹംദുലില്ലാഹ് മതി, ഖൈർ, സമ്മതിച്ചു. അത്രയെങ്കിലും ആയല്ലോ, അത്രയെങ്കിലും ആയി. ഒരൊറ്റ ഇമാമില്ല, ഉറപ്പായില്ലേ? ഇനി ഞങ്ങൾ അവസാനത്തെ ചോദ്യം 15ാമത്തെ ചോദ്യമില്ല, ആന അടിക്കാൻ പോവാണ്. ലാസ്റ്റ് 15ാമത്തെ ചോദ്യം. ആ കിതാബിൽ, നിങ്ങൾ വായിച്ച ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ഇബ്നു തൈമിയ്യ പറഞ്ഞ മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുമോ? ആ കിതാബിൽ ഇബ്നു തൈമിയ്യ നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുമോ? അദ്ദേഹം വൻ മതിലാണ്, വൻ മതിലാണ്. 30ാമത്തെ വയസ്സിൽ മുജ്തഹിദായ ആളാണ്, അഹ്ലുസുന്നയുടെ ഇമാമാണ്. അതുകൊണ്ട് അപ്പറഞ്ഞത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന 15ാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം സൂറത്ത് യൂനുസ് 88ാമത്തെ ആയത്ത്. രണ്ടാമത്തെ ചോദ്യം നബി തങ്ങൾ ചെയ്തുവോ? മൂന്നാമത്തെ ചോദ്യം സ്വഹാബത്ത് ചെയ്തുവോ? നാലാമത്തെ ചോദ്യം ഖലീഫമാരുടെ പേരിൽ നിങ്ങൾ പറഞ്ഞ കളവായിരുന്നുവോ? അഞ്ചാമത്തെ ചോദ്യം താബിഈകൾ ചെയ്തുവോ? ആറാമത്തെ ചോദ്യം ഷാഫി ഇമാം ചെയ്തുവോ? ഏഴാമത്തെ ചോദ്യം 3 നൂറ്റാണ്ടിൽ ആരെങ്കിലും ചെയ്തുവോ? എട്ടാമത്തെ ചോദ്യം കാന്തപുരം പറഞ്ഞ കളവാണോ? 9ാമത്തെ ചോദ്യം അബൂലഹബിനെ പറ്റി നിങ്ങൾ പറഞ്ഞ കളവ് അബൂലഹബ് അല്ലാതെ മറ്റാരെങ്കിലും പറഞ്ഞതായി കാണിക്കാമോ? 10ാമത്തെ ചോദ്യം പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്നതിന് ഖുർആനോ സുന്നത്തോ ഇജ്മാഉ ഖിയാസോ ഉണ്ടോ? 11 എഴുത്തുകതിനേക്കാൾ പുണ്യമാണ് എന്ന് തെളിവുണ്ടോ? 12 ഏതെങ്കിലും ആയത്ത് തഫ്സീർ സഹിതം വായിക്കാമോ? 13 ഇത് തുടങ്ങിയത് ആരാണ്? 14 നിങ്ങൾ എഴുതിയ വാദം ലോകത്ത് ആരാണ് പറഞ്ഞത്? 15 ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ ഇപ്പറഞ്ഞത് മുഴുവൻ നിങ്ങൾ അംഗീകരിക്കുമോ? അതുകൊണ്ട് ഇനി ഇതിനെങ്കിലും ഉത്തരം പറയും. ബാക്കി 14 വിട്ടു, ഈ 15 പറയും. ഒരു വൻ മതിലായ മനുഷ്യൻ പറഞ്ഞിട്ട്, 30ാമത്തെ വയസ്സിൽ മുജ്തഹിദായ ആള് പറഞ്ഞിട്ട്, അഹ്ലുസുന്നക്ക് ഒറ്റ ഇമാമുകൾക്ക് ആകെ വായിക്കാൻ കിട്ടിയത് ആ ഇമാമ് പറഞ്ഞിട്ട് അതും സ്വീകരിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ശിയാക്കളുടെ പിന്മുറക്കാർ തന്നെ എന്ന് സമുദായം തീരുമാനിച്ചാൽ ഞങ്ങൾ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഷിയാക്കളെ പണി ഒഴിവാക്കുക, കിതാബിലേക്ക് മടങ്ങുക, സുന്നത്തിലേക്ക് മടങ്ങുക, അഹ്ലുസുന്നയിലേക്ക് മടങ്ങുക, സലഫിലേക്ക് മടങ്ങുക. ഇബ്നു തീമിയ്യ നിങ്ങൾ അംഗീകരിക്കണം, ഞങ്ങൾ അംഗീകരിക്കാൻ നിൽക്കണം. ഇബ്നു തീമിയ്യ പറഞ്ഞത് അംഗീകരിക്കുകയാണെങ്കിൽ ഈ സംവാദം ഇവിടെ നിർത്താൻ നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ അംഗീകരിക്കാത്ത നേതാവിനെ ഞങ്ങളോട് ചോദിക്കാൻ ഞങ്ങൾ അംഗീകരിക്കുമെന്ന് ദത്താ പൈസ മൗലവി ദത്താ ഇക്കൊലത്തിലായോ സംവാദത്തിന് വന്നിട്ട്? ഇബ്നു തീമിയ്യ പറഞ്ഞത് നിങ്ങൾ തന്നെ അംഗീകരിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ അംഗീകരിക്ക?
പിന്നെ ചോദ്യം ആവർത്തിച്ച് വായിച്ചു. ആ ആവർത്തിച്ച് വായിച്ച ചോദ്യങ്ങൾക്ക് മുഴുവനും മറുപടി പറഞ്ഞത് ഇബ്നു തീമിയ എന്താ പറഞ്ഞത്? സലഫുകൾ ആരും ചെയ്തിട്ടില്ല എങ്കിലും കൂലി കിട്ടൂല എന്നല്ല പറഞ്ഞത്. ഫലഹു അജ്റുൻ അളീം, മഹത്തായ പ്രതിഫലം. ഞങ്ങളുടെ വ്യവസ്ഥയിൽ എഴുതിയത് എന്താ? നബിദിനാഘോഷം പ്രതിഫലാർഹം. ഇബ്നു തീമിയ ആരാന്നുള്ള നിങ്ങളെ പുസ്തകത്തിൽ എഴുതി വെച്ചതുണ്ട്. എന്താ കേട്ടോ? ഖുർആനിലോ ഹദീസിലോ അതടിസ്ഥാനമാക്കി സലഫുകളുടെ ചര്യയിലോ ഒരു കാര്യത്തിന് തെളിവ് കണ്ടില്ലെങ്കിൽ പറഞ്ഞത് എത്ര മഹാനായാലും അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നില്ല. ഖുർആനും ഹദീസും സലഫുകളുടെ മാതൃക അനുസരിച്ചാ ജീവിച്ചതെന്ന് എഴുതിയത് നിങ്ങളെ നേതാവായ ഇബ്നു തീമിയ പറഞ്ഞത് പ്രതിഫലാർഹം. വെറും പ്രതിഫലാർഹല്ല, മഹത്തായ പ്രതിഫലം. ഇത് പറഞ്ഞത് ഇബ്നു തീമിയയെ കുറിച്ച് നിങ്ങളുടെ നേതാക്കന്മാരാണ്. ആ ഇബ്നു തീമിയ പറഞ്ഞത് ഈ നബിദിനാഘോഷത്തിന് മഹത്തായ പ്രതിഫലമുണ്ട്. പിന്നെ മറ്റൊരു നേതാവ്, നിങ്ങളുടെ നേതാവ് EK മൗലവി, വലിയ ഫലം കിട്ടും. സാധാരണ ഫലം കിട്ടും എന്നല്ല പറഞ്ഞത്, വലിയ ഫലം കിട്ടും. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ചോദിച്ചു. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് നിങ്ങളുടെ ഈ നബിദിനത്തെ കുറിച്ച് നിങ്ങളുടെ നേതാവ് എഴുതിയത് ഏറ്റവും മഹത്തായ ദിവസം. പെരുന്നാളിനെ കുറിച്ച് ചോദിച്ചു. നിങ്ങളുടെ നേതാക്കൾ എഴുതിയത് ഒരു മാസം തന്നെ പെരുന്നാളായി. എന്തിനാ നിങ്ങൾ വെറുതെ വേറെ വല്ല പണിക്കും പോയിക്കൂടെ? നിങ്ങൾക്ക് ഈ സംവാദത്തിന് ഇങ്ങനെ വന്നിട്ട് വെറുതെ വഷളാവേണ്ട വല്ല കാര്യവുമുണ്ടോ? എന്തിനാ വെറുതെ നടക്കുന്നത്? ഞങ്ങൾ ഈ വ്യവസ്ഥ എഴുതുന്ന സമയത്ത് ഈ സംവാദത്തിൽ സ്വീകരിക്കേണ്ട നയത്തെക്കുറിച്ച് ഞങ്ങൾ കൃത്യമായി ആലോചിച്ചു. ആ ആലോചിച്ചത് ഞങ്ങൾ വ്യവസ്ഥയിൽ എഴുതി. നബിദിനാഘോഷം പ്രതിഫലാർഹം. ഈ നബിദിനാഘോഷം പ്രതിഫലാർഹം എന്ന് എഴുതിയത് ആരാ? നിങ്ങളുടെ ഇബ്നു തീമിയ. നിങ്ങളുടെ മുൻപിലുള്ള വൻമതിൽ ഇബ്നു തീമിയ തന്നെ. ഈ സംവാദത്തിൽ നിങ്ങൾക്ക് പാരയായി വന്നത് നിങ്ങളുടെ നേതാവ് ഇബ്നു തീമിയ. നിങ്ങൾക്ക് പാരയായി വന്നത് നിങ്ങളുടെ നേതാവ് EK മൗലവി. നിങ്ങളുടെ KJUവിന്റെ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഔദ്യോഗിക മുഖപത്രമായ അൽ മുർഷിദ്. ഇവിടെ ഇതുവരെ പറഞ്ഞത് ഷിയാക്കൾ ചെയ്തത് കൊണ്ട്, ഷിയാക്കളാണ് ഇത് ആദ്യം തുടങ്ങിയത്, അതുകൊണ്ട് തെറ്റ്. അപ്പൊ ഈ ഇബ്നു തീമിയക്ക് അറിയില്ല ഇത് ഷിയാക്കൾ തുടങ്ങിയതാന്നുള്ളത്. ഇനി അത് പോട്ടെ. ഈ ഇബ്നു തീമിയ പറഞ്ഞത് ഷിയാക്കൾ തുടങ്ങിയ ഈ കാര്യത്തിന് കൂലിട്ടുന്ന, അല്ലെങ്കിൽ ഈ ബിദ്അത്തായ കാര്യത്തിന് കൂലി കിട്ടും എന്നാണോ ഇബ്നു തീമിയ പറഞ്ഞത്? നിങ്ങളുടെ ഭാഷയിൽ ഈ ബിദ്അത്ത് നബിദിനം, ഈ ബിദ്അത്തായ നബിദിനത്തിന് കൂലി കിട്ടും എന്നാണോ ഇബ്നു തീമിയ പറഞ്ഞത്? ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ നേതാക്കന്മാർ ഈ നബിദിനാഘോഷത്തെ ഹറാമാക്കിയതിനിക്ക് അധികം കാലപ്പഴക്കമില്ലെന്ന് ഞാൻ എന്റെ വിഷയാവതരണത്തിൽ പറഞ്ഞത് വെറുതെയല്ല. കേരളത്തിൽ നിങ്ങൾ കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടാക്കി പ്രവർത്തിച്ചു. അതിന്റെ ആദ്യകാല നേതാക്കന്മാർ നബിദിനം ആഘോഷിച്ചവരും ആഘോഷിക്കണമെന്ന് പറഞ്ഞവരുമായിരുന്നു. സഹോദരങ്ങളെ, മുജാഹിദ് പക്ഷത്തിന്റെ ചോദ്യവും സുന്നി വിഭാഗത്തിന്റെ മറുപടിയുടെ സമയവുമാണ് ഇവിടെ അവസാനിച്ചത്. 15 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ കേട്ടത്. തുടർന്ന് ഇൻഷാ അല്ലാഹ് സുന്നി പക്ഷത്തിന്റെ ചോദ്യവും മുജാഹിദ് വിഭാഗത്തിന്റെ മറുപടിയുമുണ്ട്. അതിനു മുമ്പ് ഒരു 10 മിനിറ്റ് നമ്മൾ ബ്രേക്കാക്കുകയാണ്. ചായയും അതുപോലെയുള്ള കാര്യങ്ങളുമുണ്ട്. അധിക സമയം എടുക്കരുത്. ഇൻഷാ അല്ലാഹ് 12:10 തന്നെ നമ്മൾ പുനരാരംഭിക്കും. ഇപ്പോൾ 12 മണിയായിട്ടുള്ളൂ. എല്ലാവരും സമയത്ത് പരിപാടി തുടങ്ങാവുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കണം വരേണ്ടത്. മൂത്രമൊഴിക്കാനോ അങ്ങനെയുള്ള ആളുകൾക്ക് സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിർത്തുന്നത്. അള്ളാഹു ഇത് തുടർന്നും ഭംഗിയായി കൊണ്ടുപോകുവാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ.